മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എന്റെ ഭഗവാനെ, വിശന്നിട്ട് എന്റെ കുടല് കത്തുന്നു. ഇതിനെയാണോ വ്രതം എന്ന് പറയുന്നത്? എന്റെ ദൈവമേ, ഇതിനൊക്കെ ഇത്രയും രുചിയുണ്ടായിരുന്നോ? ഇത്രയും നാളും അറിയാതെ പോയല്ലോ. ഹായ്. ഹായ്. വിസ്മയ വ്രതത്തിലാണെന്ന് ആന്റി പറഞ്ഞു. അതെ, വ്രതത്തിലാ. ഞാനിത് പൂജയ്ക്ക് വെക്കാൻ കൊള്ളാവൂന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. നമ്മളീ ഏറ്റവും നല്ല വസ്തുക്കളാ പൂജയ്ക്ക് വെക്കാൻ കൊള്ളാവൂന്ന് പറയുന്നത്. കഴിച്ചു നോക്കിയിട്ടാണോ ഇതൊക്കെ പൂജയ്ക്ക് വെക്കുന്നത്? ഹോ, ആദർശിന്റെ മുന്നിൽ ആകെ നാണം കെട്ടു. എന്തൊക്കെയോ പറഞ്ഞാ ഞാൻ തടി തപ്പിയത്. നിന്റെ ആ ചമ്മിയ മുഖമൊന്നും ആ സമയത്ത് കാണാൻ പറ്റിയില്ലല്ലോ. അല്ല, എങ്ങനെയായിരുന്നു ആ സമയത്ത് എക്സ്പ്രഷൻസ് ഓർമ്മയുണ്ടോ? മനുഷ്യൻ നാണം കെട്ടി ഇല്ലാതായി നിൽക്കുമ്പോ എക്സ്പ്രഷൻ ഓർത്തു വെക്കല്ലേ. ആദർശൊന്നും പറഞ്ഞില്ലേ? വ്രതം അല്ലേന്നോ അങ്ങനെ എന്തോ ചോദിച്ചു. വിശപ്പും നാണക്കേടും എല്ലാം കൂടി മിക്സായി ആകെ കുളമായി പോയി. നിങ്ങൾ അപ്പോ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തീർന്നു പോയാനെ. വിശന്നാൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഇനി വിശക്കുന്നു എന്ന് എന്നോട് ആര് പറഞ്ഞാലും അപ്പൊ തന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ആ, വ്രതം കൊണ്ട് അത്രയെങ്കിലും പ്രയോജനം ഉണ്ടായല്ലോ. എന്നാലും നീ എന്തിനാടി ഈ പറ്റാത്ത പണിയൊക്കെ കയറി പിടിക്കാൻ പോകുന്നത്? അവരുടെയൊക്കെ മുന്നിൽ ഭക്തിയുടെ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഒന്ന് തള്ളിയതാ. അത് ഇത്ര വലിയ പാരയാകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എടീ, ഒന്നാമത് നിന്റെ ഈ വേഷം അത് ഒരിക്കലും ഒരു വ്രതം നോക്കുന്ന ആളുടേതല്ല. അങ്ങനെ ഒരു ആശയം നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? ഇവിടുന്ന് ഇറങ്ങുമ്പോ അങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഓൺ ദ വേ മനസ്സിൽ തോന്നിയതാ. ഒരു പകലൊക്കെ കഴിക്കാതെ പിടിച്ചു നിൽക്കാന്ന് കരുതി. കോളേജിലൊക്കെ അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇത് വ്രതം ആയതുകൊണ്ട് വിശപ്പിന്റെ കാര്യം മറക്കാൻ ശ്രമിച്ചാ അത് മാത്രമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ വിശപ്പ് ഇരട്ടിയാകും. അങ്ങനെയാ എന്റെ പിടിവിട്ടത്. ഇതാണ് ഈശ്വരന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ നുണ പറയരുതെന്ന് പറയുന്നത്. ആവശ്യം ഉണ്ടായിരുന്നല്ലോ ചേച്ചി. അവരെ എല്ലാവരെയും ഇംപ്രസ് ചെയ്ത് ഞാനും ഒന്ന് അവരുടെ മനസ്സിൽ കയറട്ടെ. നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അമ്മ പറയും. നിന്റെ കള്ളത്തര അമ്മ കണ്ടുപിടിച്ച
പിന്നെ നിന്നെ ഒരിക്കലും അമ്മ വിശ്വസിക്കില്ല. കല്യാണവും നടക്കില്ല. നീ ആരുടെ മനസ്സിലും കയറുകയും ഇല്ല. തൽക്കാലം ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചി ഒന്നും പറയാതിരുന്നാ മതി. ഞാനൊന്നും പറയില്ല. നീ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതല്ലേ, അത് പോട്ടെ. എന്നാലും ഇനി സൂക്ഷിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ പെടാപ്പാടാ പെടുന്നെന്ന് കണ്ടോ? ഒന്ന് സഹായിക്കാനോ പറ്റുന്നില്ല. ഒന്ന് സഹതപിക്കെങ്കിലും ചെയ്തൂടെ? ഞാൻ വിശന്ന് ചാകാൻ പോകുന്നു കേട്ടപ്പോ ചേട്ടൻ അത് കോമഡിയാണല്ലേ? നല്ല ബെസ്റ്റ് ബ്രദർ. എടി ഞാൻ അതൊക്കെ വെറുതെ തമാശ പറഞ്ഞതാ. വലിയ തമാശയായിപ്പോയി. ചേട്ടന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നേടാൻ പറ്റിയ എന്റെ അഹങ്കാര. ഞാൻ എന്ത് നേടിയെന്ന് നീ പറയുന്നത്? തലമുറകൾ കഴിഞ്ഞാലും തീരാത്തത്ര സ്വത്തുള്ള ഭാര്യയെ കിട്ടിയില്ലേ? ഇനി വലിയ ടെൻഷനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാലോ. നിനക്കൊക്കെ ഒരു വിചാരമുണ്ട്, കൈ നിറച്ച് പണം ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് തികയുമെന്ന്. എടി അതൊക്കെ വെറും തോന്നല. കയ്യിൽ കാശുണ്ടെങ്കിൽ വേണമെന്ന് തോന്നുന്നതെല്ലാം വാങ്ങിക്കാൻ പറ്റും. പക്ഷേ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കണമെങ്കിൽ, തൃപ്തിയോടെ ഒന്ന് ഉറങ്ങണമെങ്കിൽ കയ്യിലെ കാശുണ്ടായാൽ മാത്രം പോരാ, അതിനുള്ള ഭാഗ്യം കൂടി വേണം. കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. ഈ കല്യാണം നടന്നാൽ അതോടെ സെറ്റിൽഡായി ഇനി എല്ലാ സ്വപ്നങ്ങളും നടക്കും, പണം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, സത്യം അതല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ തിരുത്തി പറഞ്ഞത്. എന്നാ ഞാനും അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടനെ പോലെ സ്വയം മനസ്സിലാക്കിയിട്ട് തിരുത്തി പറഞ്ഞോളാം. ഏട്ടൻ എത്രയും പെട്ടെന്ന് എന്റെ ആദർശേട്ടന്റെ വിവാഹം നടത്തി തരാൻ നോക്ക്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ശ്രമിക്കുന്നുണ്ട്. ദേ ഇനി എല്ലാം ഈശ്വരന്റെ കയ്യില. നീ എന്തായാലും വ്രതമൊക്കെ എടുത്തല്ലേ, അതിന്റെ പ്രയോജനം ഉണ്ടാവാതിരിക്കില്ല. ഞാൻ കട്ട് തിന്നുന്നത് ആദർശേട്ടൻ കാര്യമാക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ഏയ് അതൊക്കെ ഒരു തമാശയല്ലേ. എടി അവൻ പുറത്തൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളല്ലേ. നീ വിവരമില്ലാതെ ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ അവനുണ്ട്. അപ്പൊ എനിക്ക് വിവരമില്ലെന്ന് ആദർശേട്ടൻ കരുതില്ലേ? എല്ലാ സത്യം നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. ചിലതൊക്കെ ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കും. കിട്ടിയ സമയത്ത് കളിയാക്കിക്കോ, അതിന് മാത്രം ഒരു കുറവുമില്ലല്ലോ. വിഘ്നേഷേട്ടാ. ഓ വരുന്നേ. ദേ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല ജീവിതം നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നത്. വിഘ്നേഷേട്ടാ ദേ വന്നേ. ഊഹ് മോളെ, എന്താ അച്ഛാ? സിദ്ധാർത്ഥ വിളിച്ചിരുന്നു. നാളെ കാണാമെന്നാ പറഞ്ഞത്. മോക്ക് ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥിനോട് മോള് പറയരുത്. ഇല്ല അച്ഛാ, പറയില്ല. ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. മോൾക്ക് താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആഗ്രഹത്തിന് നടക്കുന്ന കാര്യമല്ലേ. അറിയാതെയാണെങ്കിലും മോള് സിദ്ധാർത്ഥിനോട് സത്യം പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും? ആദ്യം നിങ്ങൾ തമ്മിലൊന്ന് കാണൂ, പിന്നെ സിദ്ധാർത്ഥ എന്ത് പറയുന്നു എന്ന് അറിയട്ടെ. അതിന് ശേഷമല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. മക്കളുടെ വിവാഹം അച്ഛനമ്മമാരുടെ സ്വപ്നമാണ്. മായ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ധൃതിയൊന്നും കാണിക്കില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ മോൾക്ക് ആരും ഉണ്ടാവില്ല. അതാ ഞാൻ. ഇതൊക്കെ അച്ഛൻ പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞതാണ്. എന്നാലും ഒരിക്കൽ കൂടി പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. അച്ഛൻ പേടിക്കുന്നത് പോലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അച്ഛനൊന്നും വരില്ല. വരില്ലായിരിക്കാം, പക്ഷേ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ട്. അച്ഛൻ പേടിക്കണ്ട. ഞാൻ നാളെ വരുന്ന ആളെ കണ്ടോളാം, നന്നായിട്ട് സംസാരിച്ചോളാം. പോരെ? മതി.
ഹലോ. ആ, ഞാനിവിടെ കോഫി ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അകത്തേക്ക് വരുമ്പോ കാണാം. ആ, ഓക്കെ. മീര? അതെ. ഹായ് മീര. ഹായ്. മീര വന്നിട്ട് കുറെ സമയമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓ, ഓക്കെ. ഞാൻ ഡോക്ടർ സിദ്ധാർത്ഥ്. ആ, ഇരിക്കെ. നമ്മുടെ ട്രഡീഷണൽ പരിപാടിയിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ടൊന്നും സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അതാ പിന്നെ ഇങ്ങനെ ആയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. മീരയ്ക്കത് ഓക്കെ അല്ലേ? മീര കംഫർട്ടബിൾ അല്ലേ? ആ, അതെ. ആ, അപ്പോ കുടിക്കാൻ എന്താ? ജ്യൂസ്, ചായ, കോഫി? കോഫി മതി. ഓക്കെ. ബേറർ വരൂ. പറയൂ സാർ. ഒരു വാട്ടർമെലൺ ജ്യൂസ്, ഒരു കോഫി. ഓക്കെ. മീര വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോ ദേവ ബിൽഡേഴ്സിൽ. അതെ. എനിക്ക് ഈ അറേഞ്ച്ഡ് മാരേജിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. ഒരാളെ കണ്ട ഉടനെ എങ്ങനെ ഇഷ്ടപ്പെടും, പെട്ടെന്ന് എങ്ങനെ തീരുമാനം എടുക്കും എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. അതെനിക്കും ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതില്ല. ഒരാളെ കണ്ടാലുടനെ അയാളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. പക്ഷേ ചിലരെ കണ്ട ഇനി ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ജന്മം ഇവർക്കൊപ്പം ജീവിക്കാം എന്നൊരു തോന്നലുണ്ടാവും. അതൊരു മാജിക്കൽ മൊമെൻ്റാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കാതിരുന്ന ആ മൊമെന്റ് ഇപ്പോൾ ഈ നിമിഷം മുതൽ ഞാൻ വിശ്വസിച്ച് തുടങ്ങുക. എടോ, താൻ അമേസിംഗ് ആടോ. എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? മീരയുടെ വിവാഹം മുടക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ. അതൊക്കെ നമുക്ക് ചെയ്യാടാ. നീ പയ്യന്റെ ഡീറ്റെയിൽസ് പറ. പയ്യനെ പറ്റി ഹരിയച്ചനൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ബെസ്റ്റ്. പിന്നെ എങ്ങനെയാടാ അവളുടെ കല്യാണം മുടക്കുന്നേ? ഇതുവരെ നിന്റെ അച്ഛനത് പറയാത്ത എന്താ? നിങ്ങളാരും അച്ഛന് വിശ്വാസമില്ലേ? ആർക്കറിയാം? പറഞ്ഞാലും ഞങ്ങൾക്കറിയാത്ത ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാം ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാനായിരിക്കും. എന്തായാലും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ ആദ്യം പയ്യന്റെ ഡീറ്റെയിൽസ് ഒപ്പിക്ക്. കല്യാണം മുടക്കാനുള്ള ഐഡിയ അത് കഴിഞ്ഞുണ്ടാക്കാം. എടാ, കയ്യിൽ 10 കാശുണ്ടായിരുന്നെങ്കിലേ ഇതുപോലത്തെ കച്ചറ പരിപാടിക്കൊന്നും നിൽക്കണ്ടായിരുന്നു. അവളൊക്കെ ആരെയെങ്കിലും കെട്ടി എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. കയ്യിൽ കാശ് വരണമെങ്കിലേ റിസ്ക് എടുത്ത് കളത്തിലിറങ്ങി കട്ട പണിയെടുക്കണം. അല്ലാതെ അച്ഛൻ്റെ കയ്യിൽ കാശുണ്ട് അത് തരട്ടെ എന്ന് കരുതി നോക്കിയിരിക്കുന്നത് ഭയങ്കര ബോർ പരിപാടിയാ. എന്നിട്ട് നീ എന്താ റിസ്ക് എടുത്ത് കട്ടപ്പണി എടുക്കാത്തെ? എനിക്ക് കയ്യിൽ കാശ് വേണ്ട, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ എനിക്കറിയാം. വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് പണി മേടിക്കുന്നത്? വെറുതെ ഇരുന്ന് ഓരോന്ന് പറയാതെ. നമ്മളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? അതെ. എങ്കിൽ കാര്യമായി തന്നെ ആലോചിക്കണം. അതിന് നീ ബാറിൽ പോകാനൊന്നും കാശില്ല. തൽക്കാലം ഇവിടെ ഇരുന്ന് വല്ല പച്ചവെള്ളവും കുടിച്ച് ആലോചിക്കാം. ഓ, കട്ട ശോക സീനാണല്ലോ. വേറെ നിവർത്തിയില്ല, അതുകൊണ്ടാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞത്. എടാ, ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇറക്കാൻ കയ്യിൽ കാശ് വേണം, അതില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരികിട പരിപാടികളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? പുതിയ എന്തെങ്കിലും ഐഡിയ വേണം. ആദ്യം നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നും ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതൊക്കെ വെച്ച് പറ്റുന്നൊരു പരിപാടി കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നേ? അങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കേണ്ട. മനസ്സ് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളതും നമുക്ക് എത്തിപ്പിടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള പലതും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും നമ്മളത് കാണാതിരിക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാവും. അതെന്ത് സാധനം? ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കണം, അപ്പം കിട്ടും. എടാ മഹേഷേ, നിന്റെ തലയിൽ ഐഡിയ ഒന്നും വരുന്നില്ലെങ്കിലേ അത് പറഞ്ഞാൽ മതി. വെറുതെ ഇരുന്ന് ഓരോന്ന് പറയണ്ട. ഇന്നത്തെ കാലത്ത് കയ്യിൽ കാശില്ലെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ കാശുണ്ടാക്കാനോ ബിസിനസ് തുടങ്ങാനോ ഒരു പാടുമില്ല. എന്നിട്ട് എന്താ തുടങ്ങാത്തെ? നല്ല ഐഡിയ വേണോടാ. ഐഡിയ കിട്ടിയിട്ട് അതൊരു പ്രോജക്റ്റ് ആക്കി കാശുള്ളവരടുത്ത് പോയി സംസാരിച്ച് അവരിൽ നിന്ന് ഫണ്ട് വാങ്ങി നമ്മൾ ബിസിനസ് തുടങ്ങുന്നു. ലാഭത്തിന്റെ ഒരു വിഹിതം അവർക്ക്, ബാക്കി നമുക്ക്. സംഭവം കൊള്ളാം. അങ്ങനെ നമ്മൾ പറഞ്ഞാലുടൻ ആളുകൾ കാശ് തരണമെങ്കിൽ
നല്ല ലാഭമുള്ള എന്തെങ്കിലും ബിസിനസ് ആയിരിക്കണ്ടേ? അതെ, നല്ല ലാഭസാധ്യതയുള്ള ബിസിനസ് ആയിരിക്കണം. അതാണ് ആലോചിക്കണമെന്ന് പറഞ്ഞത്. നീ എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. ചിന്തിക്ക്. എന്തെങ്കിലും നല്ലൊരു തോട്ട് കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. എത്രയും വേഗം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് ആദർശിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനുണ്ട് ചേച്ചി. അവൻ ഇങ്ങനെ ഒരു പിടുത്തം തരാതെ നടന്നാൽ എന്ത് ചെയ്യും? ഇനി വേറൊന്നും ആലോചിക്കണ്ട. എത്രയും വേഗം നമുക്കൊരാലോചന ഉറപ്പിക്കണം. വിസ്മയുടെ കാര്യം ഞാൻ അന്വേഷിച്ചു. ആദർശ് പറഞ്ഞ കുഴപ്പങ്ങളൊന്നും വിസ്മയക്കില്ല. അത് വിസ്മയെ ഒഴിവാക്കാൻ ആദർശ് കള്ളം പറഞ്ഞതാവുമെന്ന് അന്നേ നമ്മൾ സംസാരിച്ചതല്ലേ. അവ സമ്മതിച്ചിരുന്നെങ്കിൽ വിസ്മയുടെ ആലോചന നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. നമ്മൾ ഇവിടെ കിടന്ന് എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതേ നടക്കൂ. എന്നാലും നമ്മളായിട്ട് എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടേ? അതാ ഞാനൊരു ആലോചന മുന്നോട്ട് നീക്കാന്ന് പറഞ്ഞത്. എങ്കിൽ ഇനി ഒന്നും നോക്കണ്ട. വിസ്മയുടെ ആലോചന തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ വിസ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താണേലും പറ ചേച്ചി. ആ കുട്ടി എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട്. ഒളിക്കുന്നോ? എന്ത്? അതെനിക്കറിയില്ല. രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്ന സ്വഭാവം ആ കുട്ടിക്കുണ്ട്. അവരെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സമയം വേണ്ടിവരും. രഹസ്യങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? എല്ലാവരും അവരുടേത് മാത്രമായി സൂക്ഷിക്കുന്ന എത്രയോ രഹസ്യങ്ങളുണ്ടാവും. ഇതങ്ങനെയല്ല മാധവി. മറ്റുള്ളവരറിഞ്ഞാൽ തനിക്ക് പ്രശ്നമാണെന്ന് ഉറപ്പുള്ള കാര്യം ചിലർ മറച്ചു പിടിക്കില്ലേ? അങ്ങനെ എന്തോ പ്രശ്നം ആ കുട്ടിക്കുണ്ടോ എന്നൊരു സംശയം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ആലോചന വേണ്ട. ഇതൊക്കെ ഒരു നിമിത്തം കണ്ടതിൽ എനിക്കുണ്ടായ തോന്നല. അതിന്റെ പേരിൽ ആലോചന വേണ്ടാന്ന് വെക്കണ്ട. ചേച്ചി ചേച്ചി എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ആകെ മനസ്സിനൊരു സമാധാനം ഇല്ലാതിരിക്കുക. അതിന്റെ കൂടെ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മാറ്റിയും തിരിച്ചും പറഞ്ഞ ഒരു തീരുമാനത്തിലെത്തുന്നത് എങ്ങനാ? മാധവി, ഒരാളെക്കുറിച്ച് നല്ല കാര്യം പറയാൻ നമുക്കൊരു മടിയും വേണ്ട. പക്ഷെ ഒരാളെക്കുറിച്ച് മോശമായ ഒരു വാക്കു പറയണമെങ്കിൽ അതിൽ നമുക്ക് നല്ല ഉറപ്പ് വേണം. അത് കേൾക്കുന്ന ആൾക്ക് ആ അറിവ് കൊണ്ട് പ്രയോജനവും ഉണ്ടാവണം. അല്ല, വിസ്മയക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാ ആദർശിനെ അതിൽ കൊണ്ട് ചാടിക്കുന്നത്? പക്ഷേ വിസ്മയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഒരു നിമിത്തത്തിൽ തോന്നിയ ഒരു സംശയത്തിന് ഇത്രയും വലിയ തീരുമാനമൊന്നും മാറ്റാൻ പാടില്ല. എന്തായാലും ആലോചന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ആരാണ് ആദർശിന്റെ ഭാര്യയായിട്ട് വരുന്നതെന്ന് ഭഗവാൻ കാണിച്ചു തരട്ടെ. എന്താ വിളിച്ചേ? ആ മോളെ, സിദ്ധാർത്ഥൻ എന്നെ വിളിച്ചിരുന്നു. മോളെ ഇഷ്ടമായി, വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. മോളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ അച്ഛന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കായിരുന്നു. എന്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അച്ഛാ. അതിപ്പോ മോൾക്ക് വിവാഹത്തിന് താല്പര്യം ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഞാൻ സിദ്ധാർത്ഥന്റെ കാര്യമാണ് ചോദിച്ചത്. മോൾക്ക് സിദ്ധാർത്ഥനെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. സത്യം പറഞ്ഞാ അത് പറയാൻ എനിക്കറിയില്ല അച്ഛാ. എനിക്ക് സിദ്ധാർത്ഥിനെ കണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടവും ഇഷ്ടക്കേടോ ഒന്നും തോന്നിയില്ല. അത് ശരിയായിരിക്കും. ഒരാൾ ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്യണമെന്നൊരു സിസ്റ്റം ഈ നാട്ടിലുണ്ടായത് എങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അതിലിത്ര ചിന്തിക്കാനൊന്നുമില്ല. സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാതെ പുരുഷന്മാര് മാത്രം തീരുമാനം എടുത്തിരുന്ന കാലത്തുണ്ടാക്കിയ ഒരു സിസ്റ്റമായത്. അങ്ങനെ പറയരുത്. ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അതിലെല്ലാവരുടെയും ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വരന്റെയും വധുവിന്റെയും അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം അതിൽ ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും തീരുമാനം എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും പെണ്ണിന്റെ ഇഷ്ടത്തിന് അവിടെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. അവർക്ക് തീരുമാനം എടുക്കാൻ പൂർണ്ണമായ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള അറേഞ്ച്ഡ് മാരേജുകളിൽ 3/4 ഭാഗവും നടക്കില്ലായിരുന്നു. പല നിർബന്ധങ്ങൾക്ക് വഴങ്ങിയും അച്ഛന്റെ അമ്മയുടെയും കള്ളക്കണ്ണീര് കണ്ടും നാട്ടുകാരെ പേടിച്ചു നോക്കിയാ പല വിവാഹങ്ങളും ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഹരിയേട്ടനും മീരയോട് ചെയ്യുന്നത് അത് തന്നെയല്ലേ? മീരയ്ക്ക് ഇപ്പൊ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് അവൾ പറഞ്ഞതാ. പക്ഷേ അവൾക്ക് ഹരിയേട്ടനെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ സമ്മതിക്കുന്നു.
എല്ലാ മാതാപിതാക്കളും മക്കളുടെ നന്മ ആഗ്രഹിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ലേ? അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ? അതിന് കാരണമുണ്ട് ബീനെ. നമ്മളെല്ലാം ഒരു വിവാഹ ജീവിതത്തിന്റെ നല്ലതും മോശവുമായ വശങ്ങൾ ജീവിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരായവർ നമ്മൾ പാരൻസ് തന്നെയാണ്. കുട്ടികൾ പലപ്പോഴും പുറമേ കാണുന്ന കാര്യങ്ങൾക്കാവും പ്രാധാന്യം കൊടുക്കുന്നത്.